ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ആണ് സർപ്രൈസ് ആണ് നടക്കുന്നത്. റഫായിട്ടുള്ള പേജസും റഫായിട്ടുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഫാസ്റ്റിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇന്നൊരു അസിസ്റ്റൻ്റ് ഉണ്ട് എൻ്റെ കൂടെ. ആളെ കാണിച്ച റോബോട്ട് സെഫ് എന്നാണ്. സഫിനിയ എന്നാണ് പേര്. 8 വയസ്സായി. ഇതാണ് ആൾ. ഇതെൻ്റെ അസിസ്റ്റൻ്റാണ്. ചില വീഡിയോസിലൊക്കെ കാണും, ചില വീഡിയോസിലൊന്നും കാണത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ അവൾ പോട്ടെ. നമ്മൾ ജേണൽ സപ്ലൈസ് സ്റ്റാർട്ട് ചെയ്യണം ഉണ്ടാക്കാൻ. ഞാൻ കുറച്ച് പേജസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് റൂൾസ് പറഞ്ഞു തരാം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മെയിനായിട്ട് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന 1000 ലൈക്സ് ആണ്. ഇങ്ങനെയൊന്നും കിട്ടാൻ തോന്നുന്നില്ല. അല്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ അസിസ്റ്റൻ്റ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്ത കമൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും റൂൾസൊക്കെ കേട്ടല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ എഫറിലാണ് ഫുൾ ഒപ്പിച്ചിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. വേറൊന്നുമല്ല, ഇതേപോലെ കുറച്ച് പേപ്പേഴ്സ് എടുക്കുക. ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഒരു ട്രയൽ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. സക്സസ് ആയി എന്ന് ചോദിച്ചാൽ സക്സസ് ആയില്ല എന്ന് ചോദിച്ചാൽ സക്സസ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ സംഭവം വേറൊന്നുമല്ല, ഇതേപോലെ 4 പേപ്പർ എടുക്കുക. ടാപ്പ് ചെയ്യുക ഇങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാപ്പ് ചെയ്തെടുക്കുക. വീണ്ടും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ഞാൻ ടാപ്പ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരം ഉണക്കം ഇട്ടു. സക്സസ് ആയോ എന്നാണ് റോബോട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സക്സസ് ആയിരുന്നു. അപ്പം ഇത് നമുക്ക് റോബോട്ടിൻ്റെ കയ്യിൽ കൊടുത്തുവിടാം. ഇത് എവിടെയും കൊണ്ടുപോയി ഉണക്കട്ടെ. റോബോട്ട് കം ഹിയർ. ഇത് കൊണ്ടുപോയി ഉണക്കാൻ ഇട്ടോ. ആൾക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം കേട്ടോ, നല്ല അത്യാവശ്യം അറിയത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. അതിന് മുന്നേ ഞാൻ ബുക്കിനെ മറ്റൊക്കെ വെച്ചിട്ടുണ്ടൊക്കെ നാണയം പറ്റിയിട്ടുണ്ടായിരുന്നു. ടേബിൾ കുറച്ച്. അപ്പം നമ്മൾ കുറച്ച് പേപ്പേഴ്സ് കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ വെത്തുള്ളൂ, ഇത്രയാണ് വരുന്നത്. നമ്മൾ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു പാറ്റേൺ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അത് ഈ പാറ്റേൺ ആണ്. ഇത് സിമ്പിളാണ് വരയ്ക്കാൻ. ഇതേപോലെ നോക്കി വരച്ചാൽ മതി. ബോക്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോക്സ് ആയിട്ട് വരച്ചാൽ മതി. അത് ഞാൻ ഇത് നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫാസ്റ്റ് കിട്ടിയിരുന്നത്. ഇതിൽ നമ്മൾ ക്രോസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ കൂടെ കളർ അടിക്കണം. അപ്പം ഞാൻ കുറച്ചും കൂടി ക്രോസ് ഇട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുൾ ക്രോസ് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇതേപോലെ ക്രോസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ക്രോസ് ഇട്ട ബോക്സുകളിൽ നമുക്ക് ഇനി കളർ ചെയ്യണം. പിന്നെ എനിക്കിത് ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ക്രോസ് നടുക്കായിട്ട് വന്നു. അത് ഞാൻ അറിയാതെ വരച്ചു ഇതാണ്. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ റോബോട്ട് ചെയ്ത ജോലിയാണ്. അത്ര ശരിയായിട്ട് വന്നില്ല. ഒരു കുട്ടി ആയതുകൊണ്ടായിരിക്കും അത്ര വൃത്തിയെന്ന് വെച്ചാൽ അത്ര രസം വന്നില്ല. എന്നാൽ കുഴപ്പമില്ല. ഇതിനിപ്പോൾ അടുത്ത ടാസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും കളർ അടിക്കണം. അപ്പം ഞാൻ കളർ അടിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളത് കളർ അടിച്ചിട്ടുണ്ട്. നടുക്ക് ഞാൻ ചെറുതായിട്ടൊരു ബോക്സ് ഇട്ടിട്ട് അത് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു പാറ്റേണും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പാറ്റേൺസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു പാറ്റേണും കൂടി റെഡിയാക്കാനുണ്ട്. അടുത്ത പാറ്റേൺ കുറച്ച് സിമ്പിളാണ്. വേറൊന്നുമല്ല, നമ്മൾ സാധാ എപ്പോഴും ചെയ്യുന്ന ഒരു പാറ്റേണാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ് ഈ പാറ്റേൺ. ഇതാ വേറൊന്നും അല്ല, ഇങ്ങനെ ഗുളാന്ന് വരച്ചേക്കുക, അത്രേ ഉള്ളൂ. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്ന പോലെ ഗുളാന്ന് വരയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ പാറ്റേൺ എന്താ ഉള്ളതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, റോബോട്ടെ പുതിയ പ്ലാൻ വല്ലതും ഉണ്ടോ? എൻ്റെ കയ്യിൽ ഒരു പ്ലാനും ഇല്ലെന്നാണ് പറയണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ അടിച്ചിട്ട് നിൽക്കുവാണ്. എന്തെങ്കിലുമൊക്കെ ഇത്ര ഐഡിയ ഒപ്പിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പം എനിക്കൊരു ഐഡിയ തോന്നി. നമ്മൾ വേറെ നല്ല സിമ്പിൾ പാറ്റേൺ ആണ്, എന്നാലും അത്യാവശ്യം കൺഫ്യൂഷൻ ഇരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. എല്ലാം ഒരേപോലെ വരച്ചില്ലെങ്കിൽ ഫുള്ളും തെറ്റും. ഇതേപോലെ ഫുള്ളും ഇങ്ങനെ വരച്ചെടുക്കുക. ഇതൊക്കെ എന്ത് പാറ്റേൺ ആണെന്ന് നിങ്ങൾ നോക്കും. ഈ ശരിക്കുള്ള പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ആരും വരയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ വിചാരിക്കും, ഞാൻ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത്, ഇതെന്ത് പാറ്റേൺ, ഇതൊക്കെ എനിക്കും പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാലും ശരിക്കുള്ള പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ വരച്ചില്ല.
ഇത് നേരെ ചെരിച്ച് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് സെയിം പ്രോസസ്സ് ഒന്ന് ചെയ്യുക. പക്ഷേ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് വേണം ചെയ്യുക. ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. മല ആയിട്ട് വരയ്ക്കുക. അതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ വേറൊന്നും കൂടി വരയ്ക്കാം. അങ്ങനെ എനിക്ക് നീളത്തിൽ 3 ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണേലും വരയ്ക്കാം കേട്ടോ. ഞാൻ കട്ട് ചെയ്യട്ടെ. അത് കട്ട് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞാൻ പണ്ട് പ്രിൻ്റ് എടുത്തിച്ചാണ്. അത് അവൾ എവിടെയോ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ചുരുണ്ടിരിക്കാനും അപ്പോൾ അത് അവൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണം. കുറച്ചും കൂടി ഉണ്ട്. കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മളിതാ ഇതേപോലെ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെടുന്നില്ല. വരയ്ക്കുമ്പോൾ അതിന് നേരിട്ടുള്ള ഇത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, ഇതാണ് ഇത്രയും നമ്മൾ വരച്ചിട്ടുള്ള പാറ്റേൺ. ഇതിൽ നമുക്ക് വേണം കളർ അടിക്കാൻ സിമ്പിളാണ്. കാരണം ഞാൻ ക്രോസ് ഇടുവേ. ആ ക്രോസിൻ്റെ ഭാഗങ്ങളിൽ കളർ അടിച്ചാൽ മതി. ക്രോസിൻ്റെ ഭാഗങ്ങളിൽ കളർ അടിക്കാൻ ടേപ്പ് ഉണ്ടോ? അവിടെ ഇരിപ്പുണ്ട്, എടുത്തോ. ക്രോസിൻ്റെ ഭാഗങ്ങളിൽ കളർ അടിക്കാൻ സിമ്പിളല്ലേ. അത് എന്ത് പാടാ നിങ്ങൾ ഓർക്കും. എനിക്കത് ഭയങ്കര പാടാട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ക്രോസ് ഇട്ടിങ്ങനെ ഉണ്ടോ, ശ്രദ്ധിച്ച് നോക്കി വരച്ചാൽ ഞാൻ ഓക്കെ. എനിക്ക് ഫുള്ള് കളർ അടിക്കാം ക്രോസ് ഇട്ട്. അത് കഴിഞ്ഞപ്പോഴേ രസം കാണത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കളർ അടിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ശരിക്കുള്ള ലുക്ക് ഇതാണ്. എനിക്ക് ഇത് നേരിട്ട് കണ്ടാലേ എൻ്റെ ലുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി കാണണം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ട്രയലിൽ ശരിക്കും നന്നായിട്ട് അടിച്ചു കൊടുക്കുന്ന. ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഊളയായി പോയിട്ടുണ്ട്. എല്ലാം ബ്ലൂവും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്തപ്പം ശരിക്കും കിട്ടി. ഊളയായിട്ട് പോകുന്നതിനേക്കാളും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കൂടുതൽ. പക്ഷേ ഇങ്ങനെ ആരും അങ്ങനെ വേർഡ്സും ഇങ്ങനെ യൂസ് ചെയ്യാതെ. അപ്പോൾ അത് അങ്ങനെ 4 പാറ്റേൺ പേപ്പേഴ്സാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം സോ ക്യൂട്ട്സാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുറച്ച് ഒരു പാറ്റേൺ പേപ്പേഴ്സില്ലേ, അത് നമുക്ക് റോബോട്ടിനെ കൊണ്ട് എടുപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. റോബോട്ടെ ഇങ്ങനെ വന്നേ. റോബോട്ട് അപ്പുറത്തെ റൂമിൽ ഇരിക്കാനു. ഞാൻ ഉണക്കാൻ വെക്കാൻ പറഞ്ഞില്ലായിരുന്നു. അതിങ്ങനെ എടുത്തിട്ട് എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ല, അവർക്ക് അറിയത്തുള്ളൂ. അപ്പം അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് വേറൊരു പാറ്റേണും അല്ല, സിമ്പിൾ പാറ്റേൺ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് കിടക്കാം. ഗൈസ്, ഉണക്കാൻ വെച്ച പാറ്റേൺ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അയ്യോ ഗൈസ്, ഒരെണ്ണം കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മാറ്റിയേക്കാം അത്. കാരണം ചെറുതായിട്ട് പേപ്പറൊക്കെ നനഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ അത്യാവശ്യം ലുക്കിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഉദ്ദേശിച്ച ലുക്കിൽ അങ്ങോട്ട് കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചുരുട്ടിക്കളയാം. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കളയാൻ വേണ്ടി പോകാം. അങ്ങനെ കളയാനൊന്നും പറ്റില്ലല്ലോ. ഞാനൊരു പാറ്റേൺ പേപ്പറൊക്കെ എടുക്കാനാണ്. ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു പാറ്റേൺ റെഡിയോ. അങ്ങനെ ബാക്കിയുള്ള പാറ്റേൺസ് കൂടി ചെയ്യും. പിന്നെ ശ്രദ്ധിക്കണം, കീറാനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത്രയും നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അത്രയും കംപ്ലീറ്റ് ആയി. എന്നാലും നമുക്കതിന് അടുത്ത പാറ്റേണിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോളോറൈഡ്സാണ്. അത് വരുന്നില്ല. ഇതേപോലെ 2-3 പേപ്പേഴ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയാൻ നിങ്ങൾക്ക് തോന്നി. ഞാൻ സ്പീഡ് കുറച്ച് എഡിറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ വേഗം ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇതേപോലെ നമുക്ക് വേറെ ഒരു പോളറൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി ഇത്രയും ആവുമല്ലോ. ഇനി നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഞാൻ ഫുള്ള് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, റോബോട്ട് എത്ര മിനിറ്റ് ആയിടി? 8 മിനിറ്റ് ആയോ? 8 മിനിറ്റ് ആയി. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കത്രികയോ സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കത്രിക ഇപ്പോൾ എടുക്കുന്നുണ്ട്. കത്രിക വെച്ചിട്ട് വലിയൊരു പണിയാണ് റോബോട്ട്. അതുകൊണ്ട് ഞാൻ സ്കെയിലാണ് എടുക്കുന്നത്. സ്കെയിലെടുത്തിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം 4 പീസായി. അങ്ങനെ 8 പീസായിട്ടുണ്ട്. അങ്ങനെ 8 പീസസ് വെച്ചിട്ടാണ് അടുത്ത ഫുൾ പരിപാടി. അടുത്ത പരിപാടി കുറച്ച് സിമ്പിളാണെന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലയെന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഫസ്റ്റ് ഇതേപോലെ ഒരു പാറ്റേൺ പേപ്പർ എടുക്കാം. ഇനി നമുക്കൊരു വാട്ടർ കളർ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. വാട്ടർ കളർ ആണെങ്കിലും മതി, എന്ത് കളറാണെങ്കിലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ എടുക്കുക, ഫാബ്രിക് പെയിൻറ്റ് എടുക്കുക, അല്ലാത്ത ഏത് വേണമെങ്കിലും പെയിൻറ്റ് എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് എടുക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ കാണിക്കാം. അതിന് നമ്മളിത് എടുത്തിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ട് എടുക്കേണ്ടത്. വേറെ ഷെയ്ഡ്സ് എടുക്കരുത്. കാരണം നമ്മൾ ബ്രൗൺ വെച്ചിട്ടാണല്ലോ ഫുള്ളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രൗൺ വെച്ചിട്ട് തന്നെയാണ് എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ ഇത് റഫായിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഡാർക്ക് ഷെയ്ഡിലും കൊടുക്കുന്നില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി വെള്ളം എടുക്കല്ല. ഫുള്ളും പൂവും കീറിപ്പോവും. ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. എൻ്റെ അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഉണങ്ങിയത്. അതുകൊണ്ട് കീറിപ്പോയി. ഞാൻ അടിച്ചപ്പോൾ കുറച്ച് ഡാർക്ക് ലൈറ്റുമായിട്ട് അടിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി ഉണക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഇന്ന് ഉണങ്ങിയിട്ടുണ്ട്.
ഇത് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. നല്ല ക്യൂട്ടാണ്. അടുത്തൊന്നും കണ്ടാലേ ശരിക്കുള്ള കളർ കാണത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിന് നമുക്ക് ഇതിലൊന്ന് മണ്ടയ്ക്കൂടെ ഒരു ചെറിയൊരു പരിപാടിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ സ്കെച്ചോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്രൗൺ സ്കെച്ചാണ് എടുത്തിട്ട് നമുക്കൊരു തോട്ട് എഴുതി എടുക്കാം. ഇത് തോട്ടെടുത്ത് എഴുതി കൊടുക്കുന്ന കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ബ്രൗൺ സ്കെച്ച് തന്നെ ആദ്യം നോട്ട്. നമുക്ക് എന്തിപ്പം കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ ഹാസ് ലൈഫ് എന്നാണ് ഞാൻ എഴുതുന്നത്. അതൊരു തോട്ടല്ല. എന്നാലും ഞാൻ ചെറുതായിട്ട് എൻ്റെ മൈൻഡ് വന്ന് ഞാൻ എഴുതാൻ പോവാണ്. അതിൻ്റെ മീനിങ് ഫുള്ളും എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചുമ്മാ ഒന്ന് കണ്ടുപിടിച്ച് എഴുതാണ്. ബ്രൗൺ ഹാസ് ലൈഫ്. ബ്രൗണിനും ഒരു ലൈഫ് ഉണ്ടല്ലോ, നമുക്ക് മാത്രമല്ലല്ലോ ലൈഫുള്ളത്, കളേഴ്സിനും ലൈഫില്ലേ. പിന്നെ 2 ഹേർട്ട്സും കൂടി വരച്ചു കൊടുത്തു. അപ്പോഴാണ് എൻ്റെ തോട്ട് പേപ്പറിൽ പോളറൈഡ്സ് റെഡി. ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് കാണത്തില്ല, എന്നാലും ഓക്കെ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അങ്ങനെ ഫസ്റ്റ് പോളറൈഡ്സ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള ഫുള്ളിൽ നമുക്ക് കളർ അടിച്ച് കൊടുക്കട്ടെ. ഞാൻ കളർ അടിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനത് കുറച്ച് ഒരു കളർസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അയ്യോ ലൈറ്റ് കുറച്ച് കുറവ്. ഓക്കെ. ഇനിയിപ്പം നമുക്ക് നമുക്ക് എന്തെങ്കിലും തോട്ട്സൊക്കെ എഴുതി കൊടുക്കാം. തോട്ട്സ് എഴുതുന്നത് സിമ്പിളാണ്. അപ്പം ഞാൻ ഈ ഒരു പേപ്പറിലാണ് കാരണം ഒരെണ്ണം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ കളർ അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ എന്ത് തോട്ട് എഴുതുന്നു കണ്ട് കൺഫ്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ഹേർട്ട് വരച്ച് ചുമ്മാ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഹേർട്ടെന്ന് എഴുതാമെന്ന് ഒരു പ്ലാനുണ്ട്. അതിൻ്റെ കൂട്ടുകാരെ എനിക്ക് അയച്ചു തന്നതാണ് ഇങ്ങനൊരു ഇത് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് അയച്ചു തന്നായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണം. എന്താ ഇത് പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ എന്താ എഴുതുമെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. എൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടോ നോക്കി. മൈ ഹേർട്ട് ഈസ് യുവർ ഫോർ എവർ എന്ന് പറഞ്ഞിട്ടൊരു തോട്ടുണ്ട്. മൈ ഹേർട്ട്. പിന്നെ അത് ട്രൂ എന്ന് ഉണ്ട്. ഒന്ന് കാണിച്ചേ. ഇത് ടീഷർട്ടിൽ കിടക്കുന്നുണ്ട്. മൈ ഹേർട്ട് ഈസ് യുവേഴ്സ് ഫോർ എവർ എന്നാണ്. ഈസ് യുവേഴ്സ് ഫോർ എവർ എന്ന് മാത്രം എഴുതാം. ഫോർ എവറോ എന്ത് കാണിച്ച ഫോർ എവർ തന്നെയാണോ? ഫോർ എവർ തന്നെയാണ്, വേറൊന്നല്ല. ഫോക്സ് എന്നാണ് ഞാൻ വായിച്ചത് ആദ്യം. ഫോർ എവർ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് അടുത്ത പാറ്റേൺ പേപ്പറിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ ഓർത്തിട്ട് ഞാൻ ബ്രൗണും ചുമ്മാ എഴുതിച്ചു. വേറെ പണിയൊന്നുമില്ലല്ലോ, ബ്രൗണെന്ന് എഴുതിച്ചു. അടുത്ത ചെറിയൊരു ഇതുണ്ട്. അപ്പം അതിൽ ഞാനൊരു വെർട്ടിക്കലായിട്ടുള്ള ആരും ചെയ്യാത്ത ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഇരിക്കുന്ന സംഭവമാണ്. ഇതേപോലെ ഇങ്ങനെ ചെയ്താൽ മതി, നല്ല ഡിസൈനായിട്ട് കിട്ടിപ്പോകും. അത് ഞാൻ അടുത്ത പാറ്റേൺ പേപ്പറിൽ ഒരു ബോക്സ് ആയിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതാണത്തെ കുറച്ച് കൺഫ്യൂഷൻ നന്നായിട്ട് അടിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ എന്തടിക്കാനായിട്ടും ബ്രൗൺ ജേർണലിന് എഴുതാന്ന് വെച്ചു. എൻ്റെ തലയിൽ വേറൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇനി 2 കൂടിയുണ്ട്. രണ്ടെണ്ണത്തിൽ എന്ത് എഴുതുമ്പോൾ കൺഫ്യൂഷൻ. ഒരെണ്ണത്തിൽ ഞാനൊരു സംഭവം ചെയ്യാൻ വെച്ചു. 2-3 കണ്ണ്, ഒരു കണ്ണ് മുഖം വരച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിൽ ഞാൻ ഒരു സ്മൈലി പോലെ എന്തെങ്കിലും പറയാമെന്ന് വെച്ചു. പക്ഷെ അതങ്ങോട്ട് ഒരു എത്തില്ല. അതുകൊണ്ട് ഞാൻ സംഭവം ചെയ്തു. ഞങ്ങൾ ഡയറിയുടെ പേജസ് ഒക്കെ കാണത്തില്ലേ, അത് ഞാൻ ഒരു ഇത് ഈ ടൈപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം കിഴിച്ചിരിക്കാനും താല്പര്യം ഞാൻ പോയി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതേപോലെ പാറ്റേൺ പേപ്പർ സ്മോളായിട്ടുള്ള കുറച്ച് ഉണ്ടാക്കി എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുക്കി വെക്കണം. അത്ര സിമ്പിൾ പരിപാടി, നല്ല സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്തു. ഇതാ ഇങ്ങനെ പാറ്റേൺ പേപ്പർ അവിടെ റെഡി ആയിട്ട്. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് പാറ്റേൺ പേപ്പേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത എന്താണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ നിൽക്കുക. എന്നാലും നമുക്ക് അടുത്തായിട്ട് നമുക്കൊരു വാഷി ടേപ്പ് ഉണ്ടാക്കാം. വാഷി ടേപ്പ് ഇല്ലാതെ എന്ത് കളി എന്നല്ല നിങ്ങൾ ഓർക്കണേ. സത്യം, വാഷി ടേപ്പ് ഇല്ലാതെ ഒരു കളിയുമില്ല. അതുകൊണ്ട് ഞാൻ വാഷി ടേപ്പ് ഉണ്ടാക്കിയിരിക്കാൻ നേരത്തെ കുറച്ച് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പേപ്പറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ. ഇതെടുത്ത് സിമ്പിളാണോ ചോദിച്ചാൽ സിമ്പിളാണ്, അല്ലെങ്കിൽ ചെയ്തതല്ല. ഇതുണ്ടാക്കാൻ സിമ്പിളാണ്. നമ്മൾ 2 വാഷി ടേപ്പാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സിമ്പിളാണ്. അതിനുവേണ്ടി ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കും. ഞാൻ ഇത്രയും നീളത്തിൽ കട്ട് ചെയ്യുന്നു. ഇതേപോലെ 4 ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 2 പക്ഷെ നമുക്ക് 4 ഒരു ആവശ്യമുള്ളൂ. പക്ഷേ 2 വാഷി ടേപ്പാട്ടോ. അപ്പോൾ ഒരെണ്ണത്തിനുള്ള 2 ഇനിയിപ്പോൾ നമുക്ക് വേറൊരു 2 കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഒരെണ്ണം കൂടി പേപ്പർ ചെറുതായിട്ട് മിനിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കഷ്ടപ്പാട് ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ 4 ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടിക്കലാണ്. ഇത് ഒട്ടിച്ചാലും നീളത്തിലുള്ള ഒരു വാഷി ടേപ്പ് ഇവിടെ റെഡി ആകത്തുള്ളൂ. അതിന് നമുക്ക് ഇതൊന്ന് വരച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇത് റെഡിയാക്കുക സോ സിമ്പിളാണ് വാഷി ടേപ്പ് ഉണ്ടാക്കാൻ. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഒരു ഫസ്റ്റത്തെ ഇതിലെടുക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ ഒരു സബ്സ്ക്രൈബറിന് ചോദിച്ചാൽ അല്ല, എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എനിക്ക് വാഷി ടേപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെന്ന്. അപ്പോൾ അവൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് നമുക്കത്ര പോരാ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണണം ആഗ്രഹം. ഞാൻ അവളോട് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ആടി എന്താ ഇനിയിപ്പോൾ എന്നാ ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ വാഷി ടേപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ബ്രഷ് വന്നു, ഇറ്റ്സ് മിസ്സിങ്. അപ്പം ഞാനത് തപ്പിക്കൊണ്ട് നടക്കണം. തപ്പിക്കൊണ്ട് ആ വീഡിയോ പോകത്തുമില്ല. അതുകൊണ്ട് ഞാനത് വിട്ട് കാണും. അപ്പം ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് വിളിക്കണം. അസിസ്റ്റൻ്റൊക്കെ ഡെലിവറി അപ്പം ഞാൻ വിളിച്ചു, അസിസ്റ്റൻ്റെ റോബോട്ടെ എന്താ എൻ്റെ ഇത് കാണുന്നില്ല, അടുത്തുണ്ടോ ബ്രഷ് കാണുന്നില്ല. ബ്രഷ് കാണുന്നില്ല. കാണാനില്ലെന്നോ? അപ്പം ഇനി തപ്പിക്കണെങ്കിൽ ഒട്ടിച്ച് തരാം. നമുക്ക് ആ സമയത്തിനുള്ളിൽ ഒട്ടിക്കാം. കിട്ടി. ദേ ഗ്ലാസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഒട്ടിക്കാൻ തുടങ്ങിയതല്ലേ, അത് ഒട്ടിച്ച് എന്നെ ചുമ്മാ വിളിച്ചല്ലോ. ഞാൻ അപ്പുറത്തെ റൂമിൽ പോകുകയാണ്. പശ എടുക്കാൻ കുറച്ച് സമയം. ഇതേപോലെ പശ കാലിയായിട്ട് ഇരിക്കുന്നവരെ ആണോ ക്രാഫ്റ്റ് ചെയ്യാനിരിക്കുന്നത്? ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് ഫുള്ളിങ് ആവും, പക്ഷെ ഞാൻ വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെതാ വാഷി ടേപ്പിൻ്റെ 1ാമത്തെ തരം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2ാമത്തെ തരം നമുക്കുള്ള ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിരിക്കണം. 2ാമത്തെ തരം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു പരിപാടിയുണ്ട്. 2 വാഷി ടേപ്പിൽ നമുക്ക് ഫുള്ള് കളർ ചെയ്യണം. എന്തായാലും ഞാൻ കളർ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ. അയ്യോ ക്യാമറ, അയ്യോ ബ്രേക്കായി. ഓക്കെ, അപ്പം നമ്മൾ വാഷി ടേപ്പർ ഇവിടെ റെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ചെറുതായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനി അവിടെ കൊണ്ട് ഉണങ്ങട്ടെ. അപ്പം നമുക്ക് അടുത്ത ഇടുക. അടുത്ത വേറൊന്നല്ല, തോട്ട്സ് പേപ്പറാണ്. തോട്ട്സ് പേപ്പർ എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി സിമ്പിളാണ്. അങ്ങനെ വേഗം കണ്ടിട്ടിക്കോട്ടോ. അതിന് വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും എടുക്കാം. അത് നമുക്ക് നല്ലൊരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു പേജ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ തോട്ട്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു പേപ്പർ കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് തോട്ട്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ വൃത്തിക്ക് നല്ല കട്ട് ചെയ്താൽ ഒന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് ചെയ്യാം. ഇത് ഫുൾ കളർ അടിക്കണം. അപ്പോൾ എന്തായാലും കളർ അടിച്ചിട്ട് കാണാം. ഈ കേസ് അങ്ങനെ ഞാനത് ഫുൾ കളർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ലൈൻ 4 ലൈൻ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ വേഗം വീഡിയോ കട്ട് ചെയ്യും. അതുകൊണ്ട് ഞാനത് തോട്ട്സ് പേപ്പർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കേണ്ടത് ഞാൻ നോക്കുന്നു. ഇപ്പോൾ നമ്മൾ വാഷി ടേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡിസൈൻസ് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുക്കുന്നത്. ഇത് നമുക്ക് റെഡിയാക്കാൻ സിമ്പിളാണ്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. റോൾ ചെയ്യാൻ സിമ്പിളാണ്. കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ റോൾ ചെയ്തിട്ട് നമുക്കിത് ഇവിടെ വേണമെങ്കിൽ പശ വെച്ച് വെക്കാം. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ നേരത്ത് ഇതൊന്ന് പറിച്ചെടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നും കാണത്തില്ല. ഇതേപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പറിച്ചെടുത്താൽ മതി. പിന്നെ വേറെ പ്രശ്നമൊന്നും കാണത്തില്ല. അതേപോലെ ഈ ഒരു പേപ്പറും കൂടി നമുക്ക് റോൾ ചെയ്തെടുക്കാം. അടുത്ത പരിപാടി കാണുന്നില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെന്നൊരു സിമ്പിൾ ജേണൽ സപ്ലൈ കാണാൻ പറ്റില്ല. പിന്നെ ബുക്ക് ഞാൻ വേറെ വീഡിയോയിലിടാം. കാരണം എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. കാരണം ഫുള്ള് സ്റ്റോറേജ് ഫുള്ളാണ്. അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോ പറ്റില്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ടല്ല ഇടുന്നത്. ഞാൻ ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ വേറെ ഇതിലിടാം കേട്ടോ. അപ്പം നമ്മൾ ഇനി ഉണ്ടാക്കുന്ന ജേണൽ സപ്ലൈസ് ഫുള്ളൊന്ന് കണ്ടു വയ്ക്കാമല്ലോ. ഓക്കെ, ഫസ്റ്റ് ഇതേപോലെ 2 വാഷി ടേപ്സ് ആയിരുന്നു വന്നിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഇതേപോലെ തോട്ട്സ് പേപ്പർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേ ചെറിയ പോളോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഞാൻ ചെറിയ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഞാൻ ജേണലിങ്ങനെ വീഡിയോ എന്തായാലും അടുത്ത രീതിയിൽ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത രീതിയിൽ ഇട്ടിരിക്കണം.
അപ്പം എൻ്റെ പേര് അൻവി. നമുക്കിനി അടുത്ത വീഡിയോ